ഹലോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്. ആദ്യം തന്നെ നമ്മൾ ആവശ്യമായ അത്ര കോവയ്ക്ക എടുക്കുക. നമ്മൾ എടുത്തു വെച്ച കോവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ കോവയ്ക്കേൻ്റെയും രണ്ടറ്റവും ഞാൻ ഇങ്ങനെ മുറിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവനായി എടുക്കുന്നില്ല കേട്ടോ, നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 7 കോവയ്ക്കയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 7 കോവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കോവയ്ക്കകളെല്ലാം വട്ടത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ആവശ്യമനുസരിച്ചിട്ടുള്ള നമ്മൾ മുളക് പൊടി ചേർത്ത്, നമുക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇവ മൂന്നുമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതവിടെ വെക്കണം. കാരണം ഇത് ഒന്ന് മസാലയെല്ലാം ഇതിലേക്കൊന്ന് പിടിക്കണ്ടേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് അവിടെ വെക്കണം. അതിന് ശേഷം നമ്മൾ ഏതിലാണോ നമ്മൾ ഫ്രൈ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രം നമ്മൾ കഴുകിയ ശേഷം അടുപ്പത്ത് വെക്കുക. കുറച്ച് എണ്ണ മാത്രമേ ഞാനിതിൽ എടുക്കുന്നുള്ളൂ, അധികം എണ്ണ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കോവയ്ക്ക, നമ്മൾ മാറ്റി വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ചിടാതെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മേക്കുമേലെ വരും. അപ്പോൾ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.